മോളിവുഡിൽ നിന്ന് നെസ്ലിന്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മോളിവുഡ് ടൈംസ് എന്ന ചിത്രം. ചിത്രത്തിന്റെ ഷൂട്ടൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെസ്ലിനെ കൂടാതെ ഷറഫുദ്ദീനും സംഗീതുമൊക്കെ ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിലായി എത്തുന്നുണ്ട്. ചിത്രം അടുത്ത വർഷമൊക്കെ ആയിട്ടാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷൻ അണ്ടറിലാണ് ഈ ഒരു ചിത്രം വരാനിരിക്കുന്നത്. മുകുന്ദനുണ്ണി അസോസിയേറ്റ് പോലുള്ള ചിത്രങ്ങളിലൊക്കെ സംവിധാനമാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത്. ജിത്തു ജോസഫിന്റെ ദൃശ്യം 3ക്ക് മുമ്പേ ഉള്ള ഒരു സാമ്പിൾ വെടിക്കെട്ടുന്ന രീതിയിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വലതുവശത്തെ കള്ളൻ എന്ന ചിത്രം. ബിജു മേനോനും ജോജു ജോർജും ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് ഒഫീഷ്യലി തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. പോസ്റ്റേഴ്സ് ഒക്കെ വെച്ച് നല്ല രീതിയിലുള്ള പ്രതീക്ഷയൊക്കെ ചിത്രത്തിന്റെ ഭാഗത്ത് തന്നെ തരുന്നുണ്ട്. ദുൽഖർ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു മലയാള ചിത്രമാണ് ഐ ആം ഗെയിം എന്ന ചിത്രം. ആർഡിക് ചിത്രത്തിന്റെ സമയത്തുള്ള നഹാസ് ഹിദായത്താണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട് ഇതൊരു പാൻ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ നിന്നല്ലാതെ മറ്റു ഭാഷയിൽ പോയി ചെയ്ത ദുൽഖർ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ആയിരുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു. മലയാളത്തിൽ നിന്ന് ഈ ലെവലിൽ ഒരു ദുൽഖർ ചിത്രം വരുമ്പോൾ ആ ചിത്രത്തിന്റെ ഹൈപ്പ് ഏറ്റവും വലുതായിരിക്കുകയാണ്. ഇനി ചിത്രം കൂടെ നല്ലതാണെങ്കിൽ മോളിവുഡിലെ പല പല റെക്കോർഡുകളുടെ പുതിയൊരു തുടക്കം തന്നെയായിരിക്കും ഈ ഒരു ചിത്രം. ഒപ്പം തന്നെ ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷം ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ ആയിട്ടാണ് മോസ്റ്റ്ലി ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദുൽഖറിനെ കൂടാതെ മിസ്കിൻ, ആന്റണി വർഗീസ്, സംയുക്ത മേനോനൊക്കെ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സീക്വൽ ചിത്രങ്ങളുടെയൊക്കെ ലിസ്റ്റ് പറയുമ്പോൾ അതിൽ തന്നെ മറ്റൊരു ഫാൻ ബേസ് ഉള്ള ഒരു ചിത്രമാണ് ആട് ചിത്രത്തിന്റെ 3ാം ഭാഗം. ഈ ഒരു ചിത്രത്തിന്റെ ഡബിംഗ് വർക്കുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം അടുത്ത വർഷം മാർച്ച് 19 വേൾഡ് വൈഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുക എന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. തലൈവർ രജനീകാന്ത് നായകനെ പുറത്തിറങ്ങാനിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് ജയിലർ ചിത്രത്തിന്റെ 2ാം ഭാഗം. നെൽസനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ ബാലയ്യ ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ നിന്ന് ബാലയ്യ പിന്മാറിയിട്ടുണ്ടെന്നും അതിന് പകരം ഈ ഒരു ചിത്രത്തിൽ വിജയ് സേതുപതി ഇന്നായിട്ടുണ്ടെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പേട്ട ചിത്രത്തിന് ശേഷം വിജയ് സേതുപതിയും തലൈവറും ഒരുമിച്ചൊരു സ്ക്രീനിൽ വരാൻ പോകുന്ന ചിത്രം അത് ജയിലർ ചിത്രത്തിന്റെ 2ാം ഭാഗമായിരിക്കും. ചെറിയ പോർഷനിൽ വരുന്ന ഒരു സീനൊക്കെ ആയതുകൊണ്ട് ബാലയ്യ പിന്മാറിയെന്നുള്ള അപ്ഡേറ്റ് വൈസ് ആയാലും പുറത്തിറങ്ങിയിട്ടുണ്ട്. ലാലേട്ടൻ പോലീസ് വേഷത്തിലെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ 365ാമത്തെ ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം ജനുവരി മിഡിനൊക്കെ ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. മോസ്റ്റ്ലി ഏകദേശം ഒരു ജനുവരി 15 ആയിട്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നും ഇപ്പോൾ അപ്ഡേറ്റ് വൈസ് ഒക്കെ തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. നിവിൻ പോളിയും ഗിരീഷ് ഷെഡിയും ഒന്നിക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിലെ നിവിൻ പോളിനെ മാത്രം ഒന്ന് മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ പ്രേമലു ചിത്രത്തിന്റെ അതേ ഒരു ടീം തന്നെ ഒന്നിക്കുന്ന മറ്റൊരു ചിത്രമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വരുന്ന ഡിസംബർ മാസം മുതൽ ആരംഭിക്കുമെന്നും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ലാലേട്ടന്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തുടക്കം എന്ന ചിത്രം. 2018 പോലുള്ള സിനിമകളിലൊക്കെ സംവിധാനമുള്ള ജൂഡ് ആന്റണി ജോസഫ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിൽ ലാലേട്ടൻ ഈ ഒരു ചിത്രത്തിലോട്ട് ജോയിൻ ചെയ്യുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. എക്കോ എന്ന ചിത്രം ഇപ്പോൾ സക്സസ്ഫുൾ ആയി തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന് ശേഷം സന്ദീപ് അടുത്തതായി നായകനെ എത്താനിരിക്കുന്ന ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ്. ആർഡിഎക്സ്, ബാംഗ്ലൂർ ഡേയ്സ് പോലുള്ള മിന്നലുള്ളി പോലുള്ള സിനിമകളുടെയൊക്കെ പ്രൊഡക്ഷൻ ഹൗസ് ആണിത്. ഒരു മിനിമം ഗ്യാരണ്ടി ഒക്കെ പ്രതീക്ഷിക്കാം. കൂടാതെ തന്നെ സന്ദീപ് ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു ആക്ടറിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വരുന്ന ഡിസംബർ 15 മുതൽ ആരംഭിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രഭാസ് നായകനെ ഇന്ത്യൻ സിനിമയിൽ തന്നെ അടുത്തായി വരാനിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഹൈപ്പിലും ഏറ്റവും വലിയ ബഡ്ജറ്റിലും വരാനിരിക്കുന്ന ചിത്രമാണ് സ്പിരിറ്റ് എന്ന ചിത്രം. സന്ദീപ് റെഡ്ഡി വാങ്കയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രഭാസിനെ ഒരു പോലീസ് യൂണിഫോം ഇട്ട ഒരു സ്റ്റിലൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് ചിത്രത്തിന്റെ ടീം തന്നെ പ്ലാൻ ചെയ്യുന്നത്. അതൊരു ജയിൽ ഫൈറ്റ് സീക്വൻസ് ആയിരിക്കുമെന്നും 200-ലേറെ ബൗൺസേഴ്സ് ഒക്കെ ആ ഒരു സെറ്റിൽ ഉണ്ടായിരിക്കുമെന്നൊക്കെ തന്നെ അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ജോൺ വിജയ് ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലായി എത്തുന്നുണ്ടെന്നും ഈ ഒരു ഷെഡ്യൂളിൽ പുള്ളി ജോയിൻ ചെയ്യുന്നുണ്ടെന്നും അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ജനുവരി ഫസ്റ്റ് വീക്ക് മുതൽ അല്ലെങ്കിൽ ജനുവരി 1 മുതൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീണ്ടും പുനരാരംഭിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് ഇനി ഇന്ത്യൻ സിനിമയുടെ ലെവലിൽ ഒരുങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഖത്തർ എന്ന ചിത്രം. ജയസൂര്യാണ് ഈ ഒരു ചിത്രത്തിൽ ലീഡിലായി വരുന്നത്. ഈ ഒരു ചിത്രത്തിൽ അനുഷ്കയുടെ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കിടിലൻ ക്വാളിറ്റി. ആ ഒരു ക്വാളിറ്റിയിൽ അറിയാം ഈ ഒരു ചിത്രം ഏത് ലെവലിലോട്ടാണ് ചിത്രത്തിന്റെ ടീം കൺസീവ് ചെയ്യുന്നതെന്ന്. ഒപ്പം തന്നെ ഈ ഒരു ചിത്രത്തിലെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഡബിംഗ് ഉൾപ്പെടെയുള്ള വർക്കുകൾ. ഇനി ചിത്രത്തിന്റെ ബാക്കി നിൽക്കുന്നത് VFX വർക്കുകൾ മാത്രമാണ്. ആ ഒരു VFX വർക്കും കൂടെ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ചിത്രം അടുത്ത വർഷം ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ ആയിട്ട് പുറത്തിറക്കാനാണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജ് നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് കാളിയൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും വർക്കുകളും എല്ലാം അടുത്ത വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ചിത്രത്തിന് വേണ്ടിയുള്ള ഫിറ്റ്നസ് ഒക്കെ ഇപ്പോൾ പൃഥ്വിരാജും റെഡിയാക്കിയിട്ടുണ്ടെന്നുള്ള പോസ്റ്റ് ഇപ്പോൾ റീസെന്റ് പുറത്തിറക്കിയിരിക്കുകയാണ്. സൂര്യനെതിരെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കറുപ്പ് എന്ന ചിത്രം. ഈ ഒരു ചിത്രം അടുത്ത വർഷം ജനുവരി മാസം തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങും. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ ഇപ്പോൾ C5 തമിഴ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യലി
ടീം തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം സൂര്യ ചിത്രങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രതീക്ഷയും ഹൈപ്പും ഉള്ള ഒരു ചിത്രമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. വിജയ് നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ എന്ന ചിത്രം. ചിത്രത്തിന്റെ സെക്കൻഡ് സിംഗിൾ ഈ വരുന്ന ഡിസംബർ 4 പുറത്തിറക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഫസ്റ്റ് സിംഗിൾ വഴി അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയ ചിത്രത്തിന്റെ സെക്കൻഡ് സിംഗിൾ അതിന് മേളിൽ പോകുന്ന ആയിരിക്കുമെന്നൊക്കെ തന്നെയുള്ള ഒരു എക്സ്പെക്ടേഷനും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. ലോകേഷ് ഇനി ഡയറക്ട് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രം അല്ലു അർജുന് വേണ്ടിയുള്ള ചിത്രമാണെന്നും ആ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ആയിരിക്കുമെന്നും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം എൻഡിലൊക്കെ ആയിട്ട് തുടങ്ങുമെന്നുമുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കേട്ടതോടെ ലോകേഷ് ഇനിയും കൈദി 2 ചെയ്യണോ അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്ത് കളയുന്നതാണോ നല്ലതെന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം പുള്ളി മാസ്റ്റർ കഴിഞ്ഞപ്പോൾ മുതൽ അടുത്തത് കൈദി 2 ആണ്, അല്ലെങ്കിൽ വിക്രം കഴിഞ്ഞപ്പോൾ മുതൽ അടുത്ത കൈദി 2 ആണ്. കൂലി കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ കൈദി 2ൻ്റെ പ്രീപ്രൊഡക്ഷൻ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത കൈദി 2 ആണ്. പിന്നെ പറഞ്ഞു ഞാൻ ഇപ്പോൾ നായകനായ ചിത്രത്തിന് ശേഷം അടുത്തത് കൈദി 2. ഈ കൈദി 2 എന്ന് പറഞ്ഞ് ഇപ്പോൾ കൈദി 2ൻ്റെ ഉള്ള വാല്യൂ കൂടെ കളയുകയാണെന്നുള്ളൊരു ഡൗട്ട് തന്നെയാണ്. ലോകേഷ് ഈ ഒരു ആദ്യം സിനിമ ചെയ്യാൻ വെച്ചത് കമലഹാസൻ്റെ രജനീകാന്തിനെയും വെച്ചാണെന്നും പിന്നീട് അല്ലു അർജുനായിട്ടൊരു കഥ നാരേറ്റ് ചെയ്യുമ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെയാണ്. ഇനിയും കൈദി 2 നല്ലൊരു ടൈം ലൈൻ വരുന്നുണ്ട് ഷൂട്ട് ചെയ്യാൻ. ഈ ഒരു ചിത്രത്തിനും നല്ല രീതിയിലുള്ള ടൈം ലൈൻ തന്നെ ഷൂട്ടിങ്ങിനായി വരും. ഒപ്പം തന്നെ പവൻ കല്യാണിനെ വെച്ച് രാംചരനെയൊക്കെ വെച്ചും ഈ ഒരു ലോകേഷ് സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ വരുന്നുണ്ടെന്നും അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനിയും കൈദി 2 ശേഷമാണ് ഈ ഒരു ചിത്രം ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന് ശേഷമായിരിക്കും കൈദി 2 ചെയ്യുക എന്നുള്ള അപ്ഡേറ്റുകളൊന്നും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടില്ല. എന്തായാലും അടുത്ത ലോകേഷ് ചിത്രം ഒഫീഷ്യലി കൺഫേം ആക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് ലോകേഷിന്റെ ഏത് ചിത്രമായിരിക്കും വരാൻ പോകുന്നതെന്ന്. പുള്ളിക്ക് ഇപ്പോൾ സേഫ് ആയിട്ട് തോന്നുന്നത് കൈദി 2 തന്നെയാണ്. കാരണം കുറെ നാളായില്ല ആ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നത്. അത് തന്നെ ആദ്യം കംപ്ലീറ്റ് ആക്കട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.